ഹലോ, സനിലാൽ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറേ ആയില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഇന്ന് അമ്മേൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വരുന്നത്. എവിടെ അമ്മ? എവിടെ? അമ്മ അവിടെ ഉണ്ട്. കറണ്ടൊന്നുമില്ല, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വെളിച്ചമൊന്നുമില്ല. ഇപ്പോൾ ആകെ മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് രാവിലെ കറണ്ട് പോയിട്ടുണ്ട്. അപ്പം എന്നാലും നമുക്ക് നോക്കാം വെളിച്ചമുണ്ടോ ഇല്ലേന്ന്. കാണോ ക്ലിയർ ആവുമോ ഒന്നും അറിയില്ല കേട്ടോ. അപ്പം അമ്മ ഒരു ഹായ് പറയൂ. ഹായ്. അപ്പം എന്തൊക്കെയാണ് ഇവിടെ കാണുന്നുണ്ടോ? ഇതെന്താ സംഭവം? കഞ്ഞിക്കൂർക്കലിൻ്റെ ഇല കണ്ടല്ലേ? ഇവിടെ നമുക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കഞ്ഞുണ്ണിയാണ്. നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയാന്നറിയില്ല, ഞങ്ങളിവിടെ കഞ്ഞുണ്ണി എന്ന് പറയും. പിന്നെ ചെമ്പരത്തി പൂവ്, പിന്നെ കറിവേപ്പില, പിന്നെ തുളസീൻ്റെ ഇല, കൃഷ്ണ തുളസീൻ്റെ ഇലയും രാമ തുളസീൻ്റെ രണ്ടും, പിന്നെ കഞ്ഞിക്കൂർക്കള്, അങ്ങനെ. അപ്പത്തൊക്കെ കൂടെ ഇട്ടിട്ടാണ് കേട്ടോ. അമ്മയുടെ സ്പെഷ്യൽ എണ്ണ കാച്ചിലാണ് നീരിറക്കത്തിന്. ഇതെന്താ ഒരു സാധനം ഇങ്ങനെ? അതതിന്റെ കഞ്ഞുണ്ണി അതിന്റെ അതിന്റെ താമൂലം എടുക്കുന്ന പറയാ. എന്താ പറയാ? എന്താ? കരിഞ്ചീരകം. കരിഞ്ചീരകം. പിന്നെ ഒരു ഇത്തിരി കുരുമുളകും വേണം. കുരുമുളകും കരിഞ്ചീരകവും ഉലുവയും. അത് മതിയോ? ഉള്ളത് കൊണ്ടാണ്. പിന്നെ കാട്ടുതെച്ചിയൊക്കെ വേണം. അതൊന്നും ഇവിടെ കിട്ടാനില്ല. അപ്പം ഈ നാട്ടിൽ കിട്ടാറില്ല. ഇത് ഉലുവയാണ് കേട്ടോ. ഉലുവ വേണം, അതുമില്ല. അപ്പം ഉള്ളത് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കാം. അങ്ങനെ അടുപ്പിലാണ് ഉണ്ടാക്കണത്. അടുപ്പ് കത്തിക്കാണ്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ലൈറ്റ് കുറവുണ്ടാവും. അപ്പോൾ അമ്മയുടെ എണ്ണ ഇതിവിടെ ഉണ്ട്. അമ്മയുടെ കുറച്ച് എണ്ണ കേട്ടോ. ഇത് കഴിഞ്ഞെണ്ണ ഇതാ കുറച്ചുള്ളൂ. അപ്പം അടുത്തത് അമ്മ റെഡി ആക്കണം. ഇപ്പം 4 ദിവസം മറ്റേ വെളിച്ചെണ്ണ തേച്ചിട്ട് എൻ്റെ തൊണ്ടവേദന ഇത് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ മാറി തേച്ചാൽ അങ്ങനെ ഉണ്ടാവും പറഞ്ഞേക്കല്ലേ. എണ്ണ തേക്കണ്ടേ? അത് പിന്നെ കിട്ടുമ്പോൾ കിട്ടുന്നതിനനുസരിച്ച് തേക്കേണ്ടി വരും. അപ്പോൾ അമ്മ കഴിഞ്ഞപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെളിച്ചെണ്ണ തേച്ചിട്ട് തൊണ്ടവേദനയാണ് 4 ദിവസമായിട്ട്. അപ്പോൾ എണ്ണ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കണേ. എണ്ണ കാച്ചുക എന്നിങ്ങനെ പറയണ കേൾക്കുക എന്നല്ലാതെ ഞാനും ഇതുവരെ ശരിക്കും കണ്ടില്ല കേട്ടോ എങ്ങനെ ഉണ്ടാക്കണേന്ന്. അപ്പോൾ ഇത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. അതിൽ നല്ല ആട്ടി വെളിച്ചെണ്ണയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയൊന്നല്ല. അടുത്ത ഇതാ നമ്മൾ കറ്റാർ വാഴേൻ്റെ ഉള്ളിലത്തെ ജെല്ലെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ എണ്ണ നല്ലോണം തിളച്ചിട്ടാണോ ഇടുക? അല്ല, ചൂടായി വന്ന് അങ്ങനെ ഇട്ടിട്ട് അപ്പോൾ എണ്ണ ചൂടാവട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. കുറച്ച് കറ്റാർവാഴ കുറച്ച് കൂട്ടിയിട്ടുള്ളൂ കേട്ടോ. അത് തണുപ്പ് താരം പോകാനൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാനൊരു എണ്ണ തേച്ച് യൂട്യൂബിൽ കണ്ടിട്ട് ഞാൻ അതേപോലെ ഉണ്ടാക്കി തേച്ചിട്ട് താരം കൂടി നല്ലത് കുറഞ്ഞിട്ടില്ല കേട്ടോ. അത് വേറെ കാര്യം. പലരും പറയുന്നുണ്ട് താരം പോകുന്നൊക്കെ, പക്ഷെ എനിക്ക് താരം കൂടിയതാണ്. അപ്പോൾ അമ്മയ്ക്ക് താരം കൂടട്ടെ ചെയ്തത് യൂട്യൂബിൽ കണ്ടുണ്ടാക്കിയിട്ട്. അപ്പോൾ ഇത് നമ്മളതായിട്ടുള്ള ഒരു എണ്ണ കാച്ചലാണ്. ഇതെന്താവും നോക്കാം. എന്താവുന്നില്ല. അങ്ങനെ കറ്റാർ വാഴ അങ്ങനെ ഇതാ ഒക്കെ ഒന്നിച്ചിട്ടിടാ. നല്ല ഒന്നിച്ച് ഒരേ മൂപ്പിൽ. അപ്പോൾ ഒന്നിച്ചിട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കട്ടോ. അപ്പോൾ ഉലുവയും കരിഞ്ചീരകവും പിന്നെന്തേന്നു ജീരകവും. ജീരകം ഇടൂല. ഉലുവയും കുരുമുളകും കരിഞ്ചീരകം, പിന്നെ എന്തൊക്കെയാ തുളസീൻ്റെ ഇല, പിന്നെ ചെമ്പരത്തി, പിന്നെ കഞ്ഞുണ്ണി, പിന്നെ കഞ്ഞിക്കൂർക്കലിൻ്റെ ഇല, കറ്റാർ വാഴേൻ്റെ ജെല്ല്, അതൊക്കെ കൂടെ. തെച്ചിപ്പൂവും കൂടെ വേണ്ടായിരുന്നു അല്ലേ? തെച്ചിപ്പൂവ്, നെല്ലിക്ക, കറിവേപ്പില ഉണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ മുരിഞ്ഞ് വരുന്ന വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് വെട്ടി തിളക്കിണ്ട് കേട്ടോ എണ്ണ. കാശിക്കുട്ട ഇവിടെ ഉണ്ടായിരുന്നില്ല, കളിക്കാൻ പോയതായിരുന്നു. ഇപ്പോൾ വരികയാണ് കാശിക്കുട്ട. ഇത് നല്ലോണം മുരിഞ്ഞ് വരണം. ഇതാ കുറുമ്പളകാണ്. കുറുമ്പ് ഹായ് പറഞ്ഞ കാശി. ഹായ് പറയടാ. ഹായ് അമ്മ. ഇവിടെ വിറക് വാരി വെക്കാണ്.
മഴ ആയോണ്ടേ വിറകൊന്നും ഉണങ്ങൂല. അപ്പോൾ ഇതുപോലെ നല്ല റബ്ബറിന്റെ വിറക് ചുള്ളി സുഖമായിട്ട് തീ പിടിപ്പിക്കാം. രാവിലെ എണീറ്റ് വരുമ്പോൾ സുഖമാണ് അപ്പം തീ കത്താൻ ഇങ്ങനെ വെച്ചാൽ. അപ്പോൾ ഇതാ ഇവിടെ ആയി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കാശിക്കൂട്ടൻ ഉറക്കാൻ പോയി, അതാണ് ഫുൾ എടുക്കാൻ പറ്റാഞ്ഞത്. ഇതുപോലെ മുരിഞ്ഞ് വരൂലേ ഈ ഇല, ഇതൊക്കെ നല്ലോണം മുരിഞ്ഞ് വരുമ്പോൾ നമ്മളിത് വാങ്ങി വെക്കുക. അതാണ് ഇതിൻ്റെ പാകം കേട്ടോ, അങ്ങനെ പറയും. ഇങ്ങനെ ഇടുമ്പോൾ തള അതേട്ടിങ്ങനെ തള തള ഇട്ട് വരും. അപ്പം അത് നിൽക്കുമ്പോഴാണ്. അപ്പം അങ്ങനെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയിട്ട് നമുക്ക് കുപ്പിയിൽ നല്ലോണം യോജിപ്പിക്കണം. ഒക്കെ ചൂടാറിയിട്ട് നമുക്കിത് കുപ്പിയിൽ ഒഴിച്ച് വെക്കട്ടോ. അപ്പോൾ ഇത് എന്തിനൊക്കെ പറ്റിയാ പറഞ്ഞോടിക്കിട്ട് എന്തിനൊക്കെ പറ്റാന്ന് നീർക്കട്ടോ ഉള്ളവർക്ക് പറ്റും തോന്നുന്നുണ്ട്. ഉണ്ടാക്കി നോക്കാന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലതാണത്. പണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമല്ലോ എല്ലാവരും. മുടി വളരാന്, അതേപോലെ ഈ താരന്, ചൊറിച്ചില് അങ്ങനെയുള്ളതിനൊക്കെ നല്ലതാണിട്ടത്. ചെറിയ ഉള്ളി നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയും കൂട്ടിക്കൊണ്ടിട്ടോ, അതൊക്കെ നല്ലതല്ലേ ചെറിയ ഉള്ളി. അപ്പോൾ ഇതേപോലെയുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഉണ്ടാക്കി നോക്കാം അല്ലേ. അപ്പോൾ നമുക്കറിയാലോ മാറ്റം ഉണ്ടോ അല്ലേ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആവശ്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ, ഇതേപോലെയുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയാൽ നമുക്കറിയാലോ മാറ്റം ഉണ്ടോ അല്ലേ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.